പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റവയും മൈദയും ആട്ടപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ശർക്കരയൊക്കെ ഒന്ന് ഉരുകി കിട്ടുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ആ ശർക്കരയൊക്കെ നന്നായി ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 3 പാളയംകോടൻ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 5-6 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 കപ്പ് റവയും 1 കപ്പ് മൈദപ്പൊടിയും 1 കപ്പ് ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാട്ടോ, മധുരത്തിനനുസരിച്ച്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അല്പം വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവിൽ ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നല്ല തണുത്ത പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അപ്പോൾ നമ്മുടെ മാവിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൽ തേങ്ങാക്കൊത്തും കൂടി കടിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതായത് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവിലേക്ക് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂറാണ് ഒന്ന് മൂടി വയ്ക്കുന്നത്. ഇനി ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന മാവ് ഇതിലേക്ക് ഓരോ കുഴികളിലായി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മാവ് പൊങ്ങി വരാനായിട്ട് ഞാൻ പഴം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ മാവൊക്കെ അത് എല്ലാ കുഴികളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡൊക്കെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഉണ്ണിയപ്പം. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ ഒരു റൗണ്ട് ഉണ്ണിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിലും കൂടി നമുക്ക് മാവ് ഒഴിച്ച് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഉണ്ണിയപ്പം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.